ഇനി നമുക്ക് ക്യാബേജിൻ്റെ ഒരു അടിപൊളി ഡിഷായാലോ. അതെ, ക്യാബേജ് തോരനും ക്യാബേജ് മെഴുക്കുരട്ടി, അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ക്യാബേജ് ട്രൈ ചെയ്തിട്ടുള്ളവരായിരിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കി നോക്കിക്കോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമ്മൾ അതിന് വേണ്ടി ഒരു മുറി ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം. നമ്മളിപ്പോൾ ഒരു മുറി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നീളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ കട്ട് ചെയ്ത് നീളത്തിൽ ആണ് എടുക്കുന്നത്. നമ്മൾ തോരൻ അരിയുന്ന കൂട്ട് ആ ഒരു രീതിയിലല്ല. തോരൻ നമ്മൾ ഭയങ്കരമായിട്ട് കൊത്തി അരിഞ്ഞിട്ടൊക്കെ അല്ലേ, ആ ഒരു രീതിയിലല്ല, ഈ ഒരു രീതിയിൽ കുറച്ച് നീളത്തിൽ തന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തോളൂ. അപ്പം നമ്മളൊരു അരമുറി ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതൊക്കെ നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അഥവാ ഇഞ്ചിയുടെ വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സവാള, ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ആയതുകൊണ്ട് ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറിയ സവാള ആണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എന്തായാലും എടുക്കുക. അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ട ആ ഒരു കളർ ഒന്ന് വാടി വരത്തില്ല, ആ ഒരു സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്നൊന്ന് വരണ്ടൊക്കെ വരുന്ന, ആ ഓവറായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ആ ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. അല്ലാതെ നമ്മൾ സാധാരണ എടുക്കുന്ന തൊട്ട് അത്ര ബ്രൗണിഷ് ആ ഒരു ഇതൊന്നും വേണ്ട. ജസ്റ്റ് അതൊന്ന് വാടി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി, നോർമൽ നമ്മൾ ആഡ് ചെയ്യുന്ന സ്പൈസസ് ഒക്കെ ഇല്ലേ, അത് തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ മല്ലിപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂടെ എല്ലാം കുറച്ച് മതിയാവും. സ്പൈസസൊക്കെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ ചിക്കൻ മസാല അല്ലെങ്കിൽ പെരിഞ്ജീരകം അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്തായാലും കൊടുക്കണം. മസാലാസ് എന്തെങ്കിലും നമ്മളതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അതല്ല പെരിഞ്ജീരകം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചതായാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞ കൂട്ട് ഞാൻ ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറത്തില്ലേ, ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ഒരു ക്യാബേജ് കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ക്യാബേജ് പൊതുവെ പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളവും ഒന്നും ആഡ് ചെയ്യരുത്. നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുക്കാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അതല്ല നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ് ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഇത് പെട്ടെന്ന് ക്യാപ്സിക്കം ആയാലും ക്യാരറ്റ് ആയാലും ക്യാബേജ് ആയാലും എല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ അധികം ടൈമൊന്നും നമുക്ക് എടുക്കില്ല, പെട്ടെന്ന് തയ്യാറാക്കാം. ഇപ്പം അത്യാവശ്യം ഇതൊന്ന് വഴറ്റി നല്ല രീതിയിലൊന്ന് വാടിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ
ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആ ഒരു ചെറിയൊരു പുളിയും ആ ഒരു കറിക്ക് കുറച്ചുകൂടി ഒന്ന് തിക്കൊക്കെ ആവാൻ വേണ്ടി തക്കാളി നല്ലപോലെ ഇതാവും. അപ്പോൾ നിങ്ങൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതല്ല, നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ക്യാബേജ് ഇടുന്നതിന് മുമ്പും വേണമെങ്കിൽ തക്കാളി ഇടാം, അതല്ലെങ്കിൽ ക്യാബേജിൻ്റെ കൂടായാലും നിങ്ങൾക്ക് തക്കാളി ഇടാവുന്നതായിരുന്നു. അപ്പോൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് പിന്നെയും നമ്മൾ അടച്ച് വെച്ചിട്ട് ആ തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അതൊന്നുകൂടി ഒന്ന് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുക. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കുറച്ച് ഉപ്പും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് ഇതിലേക്ക് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ അത് നല്ല രീതിയിൽ ഒരു ചെറിയ നനവോടുകൂടി തന്നെ നമുക്ക് കിട്ടും. ചപ്പാത്തിക്കൊക്കെ ഞാൻ പറഞ്ഞില്ല നല്ലതായിരിക്കും. ആ ഒരു തക്കാളിയും കൂടി ഇട്ടുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് തന്നെ കിട്ടും, നല്ല ഇതായിട്ട് തന്നെ കിട്ടും. അടച്ച് വെച്ച് കുക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് സോസും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഇടുക, അല്ലെങ്കിൽ ഇച്ചിരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ല, സോസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി. സോസ് ആഡ് ചെയ്യണം എന്നില്ല. ആ ഒരു ചെറിയൊരു ടേസ്റ്റിനും ആ ഒരു ഇതിന് വേണ്ടിയൊക്കെ നല്ലതായിരിക്കും കുറച്ച് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ അല്ലെങ്കിൽ ഇടാതെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ച് അതൊന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി വേണം എന്നില്ല. പിന്നെ എരിയും ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ക്യാബേജിൻ്റെ പുതിയ ഡിഷ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ തോരനൊക്കെ എന്നും വെക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. പിന്നെ മല്ലിയില ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലയൊക്കെ ഇതിന് നല്ല കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതും സ്കിപ്പ് ചെയ്യുക. മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജിൻ്റെ ഒരു മസാല തയ്യാറായിട്ടുണ്ട്. ഈ ചപ്പാത്തിക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ ചപ്പാത്തിക്ക് വെറൈറ്റി ട്രൈ ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു ഡിഷ് കൂടെ ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് ടൈമും ക്യാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പം നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത ഇതുപോലുള്ള ഒരു വെറൈറ്റി വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്